പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരുകൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ സ്വന്ത വേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കിവച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനുദിന ജീവിതത്തിലെ സഹായകനായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ ബോധ്യങ്ങൾ നൽകുന്ന ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദിമ നൂറ്റാണ്ടിലെ വേദപാരംഗതനായ വിശുദ്ധ പീറ്റർ ഡാമിയൽ ഇപ്രകാരം പറയുന്നു: ശരീരത്തിന് ജീവൻ നൽകുന്നത് നമ്മിലെ ആത്മാവാണെങ്കിൽ ആ ആത്മാവിന് ജീവൻ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് മാൾട്ട നഴ്സസ് മിനിസ്ട്രിയുടെ സ്പിരിച്വൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട മാത്യു വാരിവലിൽ അച്ഛനിലൂടെ പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് നാം കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് ഫലം പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അത്യാച്ചാ
ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനവും മനസ്സിലാക്കലും. അതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്, നല്ലൊരു ചോദ്യം. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മുടെ അനുദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൽ, ആധ്യാത്മിക ജീവിതത്തിൽ എപ്പോഴും നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ചില അവസരങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോലും സാധിക്കില്ല. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടിയിട്ട് നെടുവീർപ്പോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് വിശ്വാസത്തിൽ കാണാൻ പറ്റുക. അപ്പം അതുകൊണ്ട് നിരന്തരം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം എന്നുള്ളത് നമ്മളുടെ ഒരു പ്രധാന കാര്യമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ ആഴത്തിൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവ വിശ്വാസം, ഒരു ക്രിസ്ത്യാനി തൻ്റെ ക്രൈസ്തവ വിശ്വാസം ജീവിതം നയിക്കണമെങ്കിൽ, വിജയകരമായിട്ട് മുന്നോട്ട് നടത്തണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങളും സഹായങ്ങളും ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഗെത്സമേനിലെ പ്രാർത്ഥനയുടെ അവസരത്തിലാണ്. ഈശോ ഗെത്സമേനിൽ പ്രാർത്ഥിക്കാനായിട്ട് വളരെ തീവ്രമായിട്ടുള്ള വികാരങ്ങളോടുകൂടി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടുള്ളത് ഒന്നും ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമാണ്. ശരീരത്തിൻ്റെ പ്രവണതകളായിരിക്കരുത്, ആത്മാവിൻ്റെ പ്രചോദനമായിരിക്കണം നമ്മളെ പ്രധാനമായിട്ടും നയിക്കേണ്ടത്. നമ്മൾ എവിടെയൊക്കെ ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് പോകുന്നോ അവിടെയൊക്കെ നമ്മൾ പരാജയപ്പെടുന്നുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് ഈ ഗെത്സമേനിലെ പ്രാർത്ഥന. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് അല്പം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ ഉറങ്ങുകയാണ്. അത് ഞാൻ പറഞ്ഞത് ശരീരത്തിൻ്റെ പ്രവണതയാണ് ഉറക്കം. അതിനെതിരെ നിലകൊള്ളാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഒരു കല്ലേറ് ദൂരം മാറി ഇരുന്നിട്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടെ ഈശോയ്ക്ക് വളരെ തീക്ഷ്ണമായിട്ട് നന്നായിട്ട് പിതാവുമായിട്ടുള്ള സംഭാഷണമാണല്ലോ പ്രാർത്ഥന. അവിടെ അത് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ഈശോ പ്രാർത്ഥിക്കുന്നു, അത് ഇഫക്റ്റീവായിട്ട് മാറുന്നു. എന്നാൽ ശിഷ്യന്മാർ ഉറങ്ങിപ്പോവാണ്. പിന്നീട് വീണ്ടും തിരിച്ചു വന്ന് നോക്കുമ്പോഴും അവർ ഉറങ്ങുകയാണ്. വീണ്ടും ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അത് വീണ്ടും അവർ ശരീരത്തിൻ്റെ പ്രവണതക്കനുസരിച്ച് പ്രതികരിക്കുന്നത് കൊണ്ട് ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ക്രിയാത്മകമായിട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും കൃപകളും ഒക്കെ നമുക്ക് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതം വിജയകരമായിട്ട് മുന്നോട്ട് നയിക്കണമെങ്കിൽ, ഞാനൊരു ഉദാഹരണം പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നിരന്തരമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അച്ഛാ, പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വത്തിലെ ഒരാളാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും പരിശുദ്ധാത്മാവുമായി വ്യക്തിപരമായി ആഴത്തിലൊരു ബന്ധം സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോകാറുണ്ട്. അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ബലഹീനരാണ്. അതുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതിന് പ്രധാനമായിട്ട് കാര്യം നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ഇവിടെ സംസാരിക്കുകയുണ്ടായി. പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ആദ്യം ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടേതായ ചില കാര്യങ്ങൾ, കൂദാശകളുടെ സ്വീകരണം. കൂദാശകളുടെ സ്വീകരണം വഴി നമുക്ക് ദൈവകൃപയിൽ, ഈ പറഞ്ഞതുപോലെ ദൈവകൃപയിൽ നിരന്തരം നമുക്ക് വളരാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത് കൂദാശകളുടെ സ്വീകരണം വഴിയാണ്. രണ്ടാമത്തെ കാര്യം വചനവായന. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത് വഴി നമുക്ക് ആത്മീയമായിട്ടുള്ള കൃപയിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് വരദാനങ്ങൾ, ഫലങ്ങളൊക്കെ നൽകാനായിട്ട് കഴിവുള്ള ഒരു ശക്തിയാണ്. അത് സ്വീകരിക്കണമെങ്കിൽ നമുക്കുണ്ടാവേണ്ടത് അതിനുള്ള വഴികൾ, അത് സഭ തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങളാണ് കൂദാശകൾ, വിശുദ്ധ ഗ്രന്ഥ വായന. പിന്നെ എനിക്ക് തോന്നുന്നു ആധ്യാത്മിക പിതാക്കന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒത്തിരി അഭ്യാസങ്ങളുണ്ട്.
അതൊക്കെ കൂടെ കൂടെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു കൃപ സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അറിവുണ്ടായിട്ട് കാര്യമില്ല, അത് സ്വന്തമാക്കണമെങ്കിൽ നമ്മളുടേതായ രീതികളിൽ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും അതിന് പ്രധാനമായിട്ട് കാര്യം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, കൂദാശയുടെ സ്വീകരണം, വചനവായന, ആധ്യാത്മികമായിട്ടുള്ള അഭ്യാസങ്ങൾ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അച്ഛാ, ആധ്യാത്മികമായ അഭ്യാസങ്ങൾ എന്നതുകൊണ്ട് എന്താണ് അച്ഛാ ഉദ്ദേശിക്കുന്നത്? ആധ്യാത്മിക പിതാക്കന്മാർ പല കാലങ്ങളിലായിട്ട് വിശുദ്ധന്മാരുടെ ജീവചരിത്രം കൊണ്ടും അവരുടെ വിശദീകരണങ്ങൾ കൊണ്ടുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സുഹൃദേവങ്ങൾ ചൊല്ലുക, ചില ത്യാഗപ്രവൃത്തികൾ ചെയ്യുക, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ലഭിക്കാനും അത് ഒരു കഴിവും പ്രധാന വരങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒരുങ്ങണം. അതിന് ചില പ്രാക്ടീസ് അല്ലെങ്കിൽ അഭ്യാസങ്ങൾ നമുക്ക് പഴയ കാലഘട്ടങ്ങളിലെ ആധ്യാത്മിക പിതാക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന സുഹൃതങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. ജീസസ് പ്രയർ വളരെ നിസ്സാരമായിട്ട് പറയാൻ പറ്റും. കുരുടൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. ഈ പ്രാർത്ഥന ഒരു വിട്ടുകൊണ്ട് നടക്കുമ്പോൾ ആ ജീസസിൻ്റെ ഒരു ഈശോയുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ. അങ്ങനെയുള്ള സാന്നിധ്യവും അവസരവുമാണ് നമ്മളെ ആധ്യാത്മികമായിട്ടുള്ള കഴിവുകൾ സ്വന്തമാക്കാനായിട്ടുള്ള അവസരമായിട്ട് പ്രാക്ടീസായിട്ട് നമുക്ക് ലഭിക്കാനായിട്ട് ഇടയാകും. താങ്ക് യു അച്ഛാ. അച്ഛാ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നതെന്ന്. നല്ല ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു നേഴ്സായി തീരാൻ ഞങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നു? നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു ചോദ്യമാണത്. അനേകർക്കത് പ്രചോദനമാവുകയും ചെയ്യും എന്നെനിക്ക് തോന്നുന്നു. നല്ല പരിശുദ്ധാത്മാവിൻ്റെ ഫലം, നല്ല വൃക്ഷങ്ങൾ നല്ലതാണ്, വൃക്ഷം നല്ലതാണെങ്കിൽ ഫലം നല്ലതാവുകയുള്ളൂ. നമുക്ക് സാധാരണ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ വൃക്ഷങ്ങളെയും ഫലങ്ങളെയും ഒക്കെ നിരന്തരം നിരീക്ഷിക്കുന്നവരും അതിൻ്റെ ഫലം സ്വീകരിക്കുന്നവരൊക്കെയാണല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ആധ്യാത്മികമായ, നമ്മളീ പറഞ്ഞത് പ്രാർത്ഥനയിലൂടെ എങ്ങനെ ആധ്യാത്മിക ജീവിതത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം, അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതെങ്ങനെ സ്വന്തമാക്കാമെന്ന് നമ്മൾ പറഞ്ഞു. സ്വന്തമാക്കി, പക്ഷേ അതെങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത് നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ അതിന് എനിക്ക് ഉദാഹരണമായിട്ട് തോന്നുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലാണ്. കൃപ നിറഞ്ഞവളെ എന്നാണ് ദൂതൻ പരിശുദ്ധ അമ്മയെ വിളിക്കുക. അതെല്ലാം കഴിഞ്ഞ് തൻ്റെ ദൗത്യമെല്ലാം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ട് അമ്മ പോകുന്നത് എലിശബണിയുടെ അടുത്തേക്കാണ്. കൃപ നിറഞ്ഞവൾ അത് പുറപ്പെടുവിക്കുകയാണ്. ഒരു ഗ്ലാസ്സിൽ വെള്ളം നമ്മൾ ഒഴിച്ച് കഴിഞ്ഞ് നിറഞ്ഞു കഴിഞ്ഞാൽ അത് തുളുമ്പും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ദൈവകൃപ, പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച ദൈവകൃപ, അത് ആവശ്യാനുസരണം തുളുമ്പി മറ്റുള്ളവർക്ക് പ്രകടമാകുന്ന ഒരവസരമാണ്. ഇപ്പം നിങ്ങൾ നേഴ്സ് എന്ന നിലയിൽ, അതാണല്ലോ ചോദ്യം, നേഴ്സ് എന്ന നിലയിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളിലുള്ള ദൈവകൃപ, നമ്മളീ സ്വീകരിച്ച പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെയൊക്കെ സ്വീകരിച്ച് ഉൾക്കൊണ്ട ദൈവകൃപ അത് മറ്റുള്ളവർക്ക് നമ്മൾ കൂദാശകൾ സ്വീകരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. കുമ്പസാരത്തിലൂടെയും വിശുദ്ധ കുർബാനയ്ക്കുമൊക്കെ നമ്മുടെ സഹപ്രവർത്തകരെ, ഇതൊന്നും ആഭ്യമില്ലാത്ത കുറേ പേരൊക്കെ ചിലപ്പം കാണും, നിങ്ങളുടെ കൂടെയും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ അയലോക്കത്തും ഒക്കെ കാണും. അപ്പോൾ അവരെ നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നിങ്ങളിലുള്ള ദൈവകൃപ മറ്റുള്ളവരിലേക്ക് പ്രകടമായിട്ട് പകരാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു മാൾട്ടായിൽ നമ്മൾ അത് വളരെ ഉദാഹരണം സഹിതം നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാനയായിരുന്നു നമ്മൾ ആദ്യം ആരംഭിച്ചത്. അതിന് കുറേ ആൾക്കാർ വരാൻ തുടങ്ങി. അതിനുശേഷം നിങ്ങൾ കുറേ കൂടെ നേരത്തെ കുമ്പസാരത്തിനുള്ള സമയം കൊടുത്തു. അപ്പം കൂടുതൽ ആൾക്കാർ വന്ന് കുമ്പസാരിക്കാനായിട്ട് വന്നു. അങ്ങനെ ഇതിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു നല്ലൊരു ഫലം നിങ്ങളാകുന്ന നല്ല വൃക്ഷത്തിലൂടെ പ്രകടമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്കിടയാക്കിയ ഒരു നല്ല ഉദാഹരണം നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിലൂടെ മാൾട്ടയുടെ സാഹചര്യത്തിൽ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അത് നിങ്ങൾ തുടരുക. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇനി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ആവശ്യമുള്ള ആൾക്കാർക്ക് സംലഭ്യരാകുക, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ്, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള രോഗികൾ ഹോസ്പിറ്റലിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്, എവിടെ പറയണം, എങ്ങനെ ആരോട് പറയണമെന്നറിയാതെ ഓടി നടക്കുന്നവരുണ്ട്. അവരെയൊക്കെ നമ്മളൊന്ന് കണ്ടെത്തുകയും അവർക്ക് വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുള്ള ഈ ദൈവകൃപ തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രകടമായിട്ട് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ അനുദിന ജീവിതം കൂടുതൽ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ മാത്രം നിറഞ്ഞാൽ പോരാ. ആ ദൈവകൃപയിൽ പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക പോലെ
മറ്റുള്ളവർക്ക് അത് അനുഭവവേദ്യമാക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. അച്ഛ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വിശുദ്ധമായൊരു കുടുംബജീവിതം നയിക്കേണ്ടത് എങ്ങനെയെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഇനി ഇത് കുടുംബത്തിലേക്ക് വരുമ്പോൾ നഴ്സസ്മാരെ സംബന്ധിച്ചിടത്തോളം നഴ്സസ് മിനിസ്ട്രിയുടെ പ്രത്യേകമായ ഒരു ഉദ്ദേശം നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ രക്ഷിക്കുക എന്നുള്ളതും കൂടിയാണ്. അപ്പം കുടുംബങ്ങൾ പലപ്പോഴും നമ്മൾ ജോലി കഴിയുമ്പം വീട്ടിൽ വന്ന് വീട്ടിലെ ജോലി ഇതെല്ലാത്തിൻ്റെ ഇടയിൽ പലപ്പോഴും കുട്ടികളുടെ കാര്യത്തിലും ഹസ്ബൻഡിൻ്റെ കാര്യത്തിലും നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചവൻ പറഞ്ഞു, സഭയുടെ പ്രവർത്തനങ്ങളെപ്പോലും പരിശുദ്ധാത്മാവാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സഭയുടെ ഏറ്റവും ചെറിയൊരു പതിപ്പാണ് കുടുംബം. അപ്പോൾ ആ കുടുംബത്തിൽ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്കുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലെ ശുശ്രൂഷ മേഖലയിലൊക്കെ നമുക്ക് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുടുംബത്തിൽ അതില്ലെങ്കിൽ നമ്മുടെ ഒരു പരാജയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുടുംബത്തിലെ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുടുംബത്തിലും നമ്മൾ അഭ്യസിപ്പിക്കും. കാരണം അവർക്കും ഇത് അനുഭവവേദ്യമാക്കണം. എനിക്ക് കിട്ടിയ കൃപ എൻ്റെ കുടുംബത്തിലും ഞാൻ അനുഭവവേദ്യമാക്കണം. ഭാര്യ, ഭർത്താക്കന്മാരെ, മക്കൾ ഒക്കെ അവർക്കൊക്കെ അത് ലഭ്യമാകുന്നൊരു കാര്യം. അതിന് നമ്മളെ ഈ പറഞ്ഞതുപോലെ നമുക്ക് അവർക്കും ഇത് ലഭ്യമാകത്തക്ക രീതിയിൽ അവരെ പരിശീലിപ്പിക്കാൻ പറ്റണം. ചിലപ്പം ഹസ്ബൻഡ് പ്രാർത്ഥനാ ജീവിതത്തിൽ അധികം ശ്രദ്ധിക്കാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഒരുക്കി കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ മക്കൾ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇടവകയുടെ ഒരു പശ്ചാത്തലത്തിൽ പലപ്പോഴും ആർക്കെങ്കിലും ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ വേദപാഠത്തിന് വിടാത്ത ഒരവസ്ഥയുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയാണ്, അല്ല എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, തിരിച്ചു കൊണ്ടുവരാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിസ്സാര കാര്യം കൊണ്ടാണ് അവർ ചെറുപ്രായത്തിൽ പരിശീലിക്കേണ്ട കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണ് നമ്മുടെ ഡ്യൂട്ടിയുടെ പേരിൽ. അത് നമ്മുടെ കുടുംബത്തോട് കാണിക്കുന്ന അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്നതിൽ നമ്മൾ കൊടുക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ ഒരു തരത്തിൽ പറയുന്ന ഒരു തടസ്സമാണത്. അതുണ്ടാവാൻ പാടില്ല. നമ്മൾ എത്ര സഹനങ്ങൾ ഏറ്റെടുത്തിട്ടാണെങ്കിലും ത്യാഗം ഏറ്റെടുത്തിട്ടാണെങ്കിലും മറ്റുള്ളവരെ സഹായിച്ച് മറ്റുള്ളവരുടെ ഹെൽപ്പ് സ്വീകരിച്ചിട്ടാണെങ്കിലും നമ്മളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീഴ്ച വരാനായിട്ടിടയാവാത്ത ഒരു സാഹചര്യം നമ്മൾ ക്രമീകരിക്കുന്നത് നല്ലതാണ്, ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ്. നമ്മൾ വളരെയധികം ഇഫക്റ്റീവായിട്ട് നമ്മുടെ ശുശ്രൂഷാ മേഖലയിൽ നിലകൊള്ളുന്നവരാണ്. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തെ ഒരുക്കാൻ ഓരോ കുടുംബിനെയും ഒരു വിളക്ക് പോലെ പ്രകാശിക്കേണ്ടതാണ്. അവളവിടെ കരിന്തിരി കത്തിയാൽ അതൊരു ബുദ്ധിമുട്ടാകും. അത് എപ്പോഴും അത് പ്രകാശം ജ്വലിച്ചിരിക്കേണ്ടതാണ്. ശരിയാണ്, നമുക്ക് ഡ്യൂട്ടി കഴിയുമ്പോൾ ടയർഡാകും, നാളത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള അസ്വസ്ഥതകൾ നമുക്കുണ്ട്, ഇതെല്ലാം സമ്മർദ്ദങ്ങളൊക്കെ നമുക്കുണ്ട്, അതൊക്കെ മനസ്സിലാക്കും. അതൊക്കെ നമ്മൾ പ്രാർത്ഥനയുടെ വിഷയമാക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി ഇതിനെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുകയും ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് ഇതിന് നല്ല ഒരു ദിശാബോധം നൽകുന്ന വ്യക്തികളായിട്ട് കുടുംബിനികളെന്ന നിലയിൽ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനനിരതമാക്കുവാനായിട്ടും അങ്ങനെ നല്ല ഒരു നേഴ്സ് എന്ന നിലയിലും നേഴ്സിംഗ് മിനിസ്ട്രിയുടെ കാര്യത്തിലുമൊക്കെ ഇൻവോൾവ് ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛാ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇത്രയും സമയം ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെയും വരദാനങ്ങളെയും അത് ലഭിക്കാനുള്ള അവസരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവർക്കും അനുഗ്രഹമായിട്ട് തീരാനും അത് മിനിസ്ട്രിക്ക് കൂടുതൽ അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുന്നു. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട മാത്യു അച്ഛനിലൂടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കൂടുതൽ ബോധ്യങ്ങൾ നൽകിയ ദൈവത്തിന് നന്ദി പറയാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3:17 ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈ വചനത്തിൽ പറയുന്നത് പോലെ കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് അവിടുത്തെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും
മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.